ഇന്ന് നമുക്കൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കി നോക്കാം. ഇതൊരു കാരമലൈസ്ഡ് ക്യാരറ്റ് പായസമാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് വേവിക്കാൻ വെക്കാം. ഇതൊരു 250 ഗ്രാം ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചിടാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ 2-3 ഏലക്ക തൊലി കളഞ്ഞത് കൂടെ ചേർത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് ഏകദേശം ഒരു 100 ഗ്രാം സേമിയ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ചൂട് പോയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. നല്ല പേസ്റ്റ് രൂപത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൊവ്വരിയാണ്. ചൊവ്വരി എന്നും സാവുനരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒരു 1/4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ഒരു 1/2 കപ്പിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ ഇതൊരു ബബിള് പോലായി വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് വെന്ത് കലങ്ങി പോവരുത്. ഈ ഒരു പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാരമലൈസ്ഡ് ടോഫി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കളറ് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ശ്രദ്ധിച്ച് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് മേത്തോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് അകലെ നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ലപോലെ ഇളക്കണം. കൈ വിടാതെ ഇളക്കിയെടുത്ത് കട്ട പിടിക്കാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത സേമിയാണ്. നമ്മൾ തന്നെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. സേമിയ വേവിച്ചെടുക്കുന്നത് 2-ാം പാലിലാണ്. 1-ാം പാൽ എടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും അതേപോലെ 2-ാം പാൽ എടുക്കാനായിട്ട് 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇത് ഏകദേശം വറ്റി നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് സാവുനരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരിക്കലും തിളക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ സമയം ആവശ്യമെങ്കിൽ കുറച്ച് ലൂസാക്കാവുന്നതാണ്. അതിനായിട്ട് ചൂടുള്ള പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ടോഫി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരമൽ ടോഫിക്ക് മധുരമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അവസാനമായിട്ട് ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.